ഇത്ര മധുരിക്കുമോ ഇത്ര കുളിരേകുമോ. പവി എന്താ വിളിച്ചേ? അത് നീ എന്താ ഇവിടെ നിൽക്കുന്നേ? ഇവിടെ ഇരിക്കുന്നത് എൻ്റെ കുറച്ച് പ്രൈവസി സെക്യൂരിറ്റി റീസൺസ്. എനിക്കെന്താ സെക്യൂരിറ്റി പ്രൈവസി കുറവ്? അല്ല, ഞാൻ ഇനിയാണ് ഫ്രണ്ടിൽ കൂടെ വേണം വരണം. നിന്റെ അമ്മാവ് അത് കാരണം പിന്നെ വലിയ പ്രശ്നമായി. അതുകൊണ്ട് പിന്നെ ഇവിടെ തന്നെ നിൽക്കാന്ന് വിചാരിച്ചു. ഓ അങ്ങനെ. നീ എന്തിനാ വന്നിപ്പോ? മോളെ നോക്കി നോക്കി മോളൂസ് തളർന്നു. ഏത് മോളൂസ്? മോളൂസ് എന്റെ പൊന്നു പവി. അതെ, ഞാൻ നിന്റെ പവിയാണ്, നിന്റെ മാത്രം പവി. പിന്നെ കുറച്ച് ഇച്ചിയുടെ കുറച്ച് ശേഷം കുറച്ചായിരുന്നു. നിന്ന് കൊഞ്ചാണ്ട് വന്ന കാര്യം എന്താന്ന് പറ. കാര്യം പറ, നീ സമാനപ്പെട്. എന്നാ പറ. വിളിച്ച കാര്യം അവന്തി നിന്റെ അടുത്തൊന്നും പറഞ്ഞില്ലായിരുന്നോ? ഇല്ല, അവന്തി എൻ്റെ അടുത്തൊന്നും പറഞ്ഞില്ല. പറഞ്ഞില്ലേ? ഇല്ല. ഞാൻ അവളുടെ അടുത്ത് ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ഓർപ്പിക്കാറുണ്ടായിരുന്ന കാര്യം പറയാൻ വേണ്ടിയിട്ട് ഒന്നും പറഞ്ഞില്ല. എന്നോട് പറയാനുള്ള കാര്യം അതിനെന്തിനാ നീ അവളെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ഓർപ്പിക്കുന്നത്? നിനക്ക് എന്തെങ്കിലും പറയാണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞാൽ പോരെ? നേരിട്ട് പറയണമെന്നാണ്, പക്ഷെ എൻ്റെ ഒരു വെപ്രാളം, ചെറിയൊരു പേടി. എനിക്ക് ഈ പണ്ടൊക്കെ ഈ മുടി ബോയ്ക്കട്ട് അടിച്ച പെണ്ണുങ്ങളായിരുന്നു ഭയങ്കര ഇഷ്ടം. അവരെ കല്യാണം കഴിക്കണമെന്നായിരുന്നു എനിക്ക് താല്പര്യം. പക്ഷെ പിന്നീട് ഇങ്ങനെ കുറേ കാലം ഇങ്ങനെ കടന്ന് വന്നുകൊണ്ടിരുന്നപ്പോൾ ഈ അതൊന്നും അല്ല എൻ്റെ ഭാര്യ സങ്കല്പം, വേറെയാണ് എൻ്റെ ഭാര്യ സങ്കല്പം എന്നുള്ളത് നിന്നെ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഇത് നീ എന്തിനാടാ പവി ഇങ്ങനെ ഇന്ന് സാഹിത്യം പറയുന്നേ? സിമ്പിളാക്കണോ? പറ. സിമ്പിളാക്കി പറഞ്ഞുതരാം. അതായത് എൻ്റെ ചിതയ്ക്ക് തീ കൊളുത്താൻ വേണ്ടിയിട്ട് നീ നമ്മുടെ മോനൊരു അവസരം കൊടുക്കില്ലേ? എന്ത്? എൻ്റെ അന്ത്യകർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നീ നമ്മുടെ മോനൊരു അവസരം കൊടുക്കില്ലേ എന്ന്. നീ എന്തൊക്കെ പൊട്ടത്തരങ്ങളാണ് ഈ വിളിച്ചു പറയുന്നത്? പൊട്ടത്തരല്ലോടി, ഞാൻ കാര്യമായിട്ട് പറയുന്നത് സത്യം. നീ ഇതിനെ ഭയങ്കര ഇഷ്ടമാണ്. കല്യാണം കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അതുകൊണ്ട് പ്ലീസ് പ്ലീസ്. അതൊന്നും ശരിയാവില്ല പവി. അത് ശരിയാവത്തെന്ത്? എനിക്ക് അതൊന്നും വർക്കൗട്ട് ആവത്തില്ല. എന്ത് വർക്കൗട്ട് ആവില്ല? എന്താണ് കാര്യം? എനിക്ക് കല്യാണമൊന്നും പറ്റത്തില്ല. കല്യാണം പറ്റത്തില്ലെന്ന്? അതിനൊരു റീസൺ വേണമല്ലോ കല്യാണം പറ്റത്തില്ലെന്ന് പറയാൻ. നിനക്ക് എന്നെ പറ്റി എന്തറിയാം ഭാവി? എന്തറിയാമെന്നാ? എനിക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ അറിയാം. നീ ഒരു ഓർഫനാണെന്നറിയാം, നീ വളർന്നൊരു ഓർഫനേജിലാണെന്നറിയാം. ഇതൊക്കെ പോരെ? എനിക്ക് കല്യാണമൊന്നും സെറ്റാവില്ല ഭാവി. കല്യാണം സെറ്റാവില്ലെങ്കിൽ ലിവിങ് ടുഗദർ. എടാ, എനിക്ക് മോഡേൺ ഡ്രസ്സുകൾ ഇടാൻ ഇഷ്ടമാണെന്നുള്ളത് ഓക്കെയാണ്. പക്ഷെ എൻ്റെ കൾച്ചർ അത്രയും മോഡേൺ ഒന്നും അല്ല. അതൊന്നും ശരിയാവില്ല. നീ പോവാൻ നോക്ക്. നീ ഒന്ന് സമ്മതിക്കും പ്ലീസ്. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമുള്ളതെന്നാണ് കാര്യമായിട്ട്. ഒരു കാര്യം ചെയ്യും, നീ ഇപ്പം ഒന്നും പറയണ്ട. നല്ലപോലെ ആലോചിച്ച് സമയം എടുത്തിട്ട് എസ് എന്ന് പറഞ്ഞാൽ ഞാൻ പോട്ടെ ആലോചിച്ചിട്ട് പറഞ്ഞാൽ എസ് എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ഇഷ്ടമുണ്ടായിരുന്നു.